ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മളെ ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ ഡെസിമൽ ഫോംസിനകത്ത് ഫ്രാക്ഷനിൽ നിന്നും ഡെസിമലിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നത്, ഒരു ഫ്രാക്ഷന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ഫോം, അത് ഡിനോമിനേറ്റർ 10ന്റെ പവേഴ്സ് ആക്കാൻ പറ്റാത്ത നമ്പേഴ്സിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഒരു ഫ്രാക്ഷന് ക്ലോസർ ആയിട്ടുള്ള, അതായത് ഫ്രാക്ഷൻസ് സീറോസിന് ക്ലോസർ ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്തൊക്കെ ചെയ്ത രീതി ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 30, 31 പേജുകളായിട്ട് കിടക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സെയിം ടൈപ്പ് ആണ്. അതുകൊണ്ട് അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ തൽക്കാലം ചെയ്യുന്നുള്ളൂ. സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരു 3 ഫ്രാക്ഷൻ അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ആ മെത്തേഡ് ഒന്നുകൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു പറഞ്ഞേക്കുന്നത്: ഫോർ ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ find fraction with the denominator powers of 10 getting closer and closer to it and hence write its decimal. അതായത് നമ്മൾ ആ ഒരു പാറ്റേൺ പോലെ എഴുതി വന്ന രീതിയിൽ, ലോങ് ഡിവിഷൻ മെത്തേഡ് അല്ല, പാറ്റേൺ പോലെ എഴുതി വന്ന ആ രീതി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫ്രാക്ഷന് കറസ്പോണ്ടിങ് ഡെസിമൽസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു 3 ഫ്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. 2/3. 2/3 നമ്മൾ എങ്ങനെയാണ് ഈ ഫോമിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് വൺ 2/3 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ചെയ്ത് ഓർക്കുന്നുണ്ടോ? നമ്മൾ എങ്ങനെ 10 ആദ്യം 10ന്റെ കേസ് എഴുതാൻ പോകുന്നു. 2/3 നമ്മൾ എങ്ങനെ എഴുതും? 20/3 into 1/10 ഇങ്ങനെയല്ല എഴുതിക്കൊണ്ടിരുന്നത്. കാര്യം ഇവിടെ 0 ക്യാൻസൽ ആയി 2/3 തന്നെ കിട്ടും. 20/3 നമുക്ക് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ എഴുതിക്കൂടെ? 20/3 എന്ന് പറയുമ്പോൾ എത്രയാ? 20 6 ടൈംസ് അല്ലേ. അപ്പൊ 6 പ്ലസ് ഇവിടെയാണെങ്കിൽ then 2/3 അല്ലെ. 6 2/3. സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഡിവിഷൻ ചെയ്ത് കാണിച്ചു തരാം. 20/3 ആണ്. അപ്പോ 6 18 റിമൈൻഡർ 2, that is 6 2/3 into 1/10 ഈക്വൽ ടു എന്ത് കിട്ടും? 6/10 പ്ലസ് ഇവിടെയാണെങ്കിലോ 2/30 എന്ന് കിട്ടും അല്ലെ. 2 into 1 അതില് 6/30 ഇപ്പുറത്തോണ്ട് വരുന്നു. അപ്പൊ 2/3 മൈനസ് 6/10 is equal to 2/30 ആണ്. അപ്പോ നമ്മൾ ഫസ്റ്റ് ഏതാണ്ട് ഇതൊന്ന് എഴുതി വെക്കുന്നു. നമ്മൾ കുറച്ച് നമ്പേഴ്സ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ 2/3 മൈനസ് 6/10 ഈക്വൽ ടു 2/30. 2/30 അപ്രോക്സിമേറ്റ് 0ക്ക് ഈക്വൽ ആയിട്ടൊക്കെ വരുന്ന നമ്പേഴ്സ് ആണ്. അപ്പോ ഇതവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ അടുത്ത ലെവലിലേക്ക് പോകുന്നു. 10ന് പകരം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 200/3 ഇൻറ്റു നോക്കിയപ്പോ 200നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ വരുന്നത്? 200നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 18 റിമൈൻഡർ 2, 20ക്കകത്ത് വീണ്ടും 6 18 റിമൈൻഡർ 2. അപ്പൊ എത്ര കിട്ടും? 66 പ്ലസ് 2/3 എന്ന് കിട്ടും ഇൻറ്റു 1/100. ദാറ്റ് ഈസ് 66/100 പ്ലസ് 2/300 അല്ലെ. അപ്പൊ ഇവിടെ 2/3യുടെ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2/3 മൈനസ് 66/100 ഈക്വൽ ടു 2/300. ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറ്റാം. 2/3 മൈനസ് 66/100 ഇസ് ഈക്വൽ ടു 2/300. അടുത്ത നമുക്ക് 1000ന്റെ കേസ് ഇതേ രീതി നോക്കാം. ഇതേ ഫോമിൽ 1000 കൂടെ നമുക്ക് ചെയ്ത് നിർത്താവുന്നേ. കാര്യം ഇതിനകത്ത് വലിയ റെപ്പറ്റീഷൻ, ആദ്യം തന്നെ റെപ്പറ്റീഷൻ വരുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും? 2000/3 ഇൻറ്റു 1/1000 അല്ലേ. അപ്പൊ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? 2/3 തന്നെ കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ അഗൈൻ ഒരു കേസ് കൂടെ ചെയ്യാം. അപ്പൊ 6 18 റിമൈൻഡർ 2, ദാറ്റ് ഈസ് 666 പ്ലസ് 2/3 ഇൻറ്റു 1/1000 എത്ര കിട്ടും? 666/1000 പ്ലസ് 2/3000. ഇത് 2/3യുടെ വാല്യൂന് ഈക്വൽ ആണ്. അപ്പൊ 2/3 മൈനസ് 666/1000 ഈക്വൽ ടു 2/3000. ഓക്കെ ആണല്ലോ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതും കൂടെ എഴുതി കഴിഞ്ഞാൽ 2/3 മൈനസ് 666/1000 ഈക്വൽ ടു 2/3000. അപ്പൊ ഇതിനകത്തും നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ 2/30, 2/300, 2/3000, അടുത്ത ഇനിയിപ്പോ 2/30,000 വരും. ഇതൊക്കെ എന്തിനോട് അടുത്തോണ്ടിരിക്കുകയാണ്? 0യുടെ അടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ. ഈ വാല്യൂസ് എല്ലാം 0യുടെ അടുക്കണമെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കണം?
ഈക്വൽ ആണ്. ഇതിൽ ഒരെണ്ണം 2/3 ആണ്. വെച്ചാൽ 2/3 വാല്യൂ അപ്പൊ എന്തിനോടൊക്കെ ഈക്വൽ ആവും? 6/10, 66/100, 666/1000 അല്ലെ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതെല്ലാം എന്തിനോട് ക്ലോസ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്? 2/3യോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 2/3യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 0.666 എക്സെട്ര എന്ന് കിട്ടും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. അടുത്തത് 6666/10,000 ആയിരിക്കും. അപ്പൊ അതും ഇതേ ഫോർമിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പൊ ഇതാണ് 2/3യുടെ ഡെസിമൽ ഫോം വരുന്നത്. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ. ഈ ടൈപ്പ് 2 ക്വസ്റ്റ്യൻ കൂടെ നമ്മുടെ ആ സെക്ഷനിലുണ്ട്. തൽക്കാലം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അത് നമുക്ക് പുതിയൊരു ഇതേ കാര്യം തന്നെ, ഇതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അത് ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതൊരു 1/9 കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അതേ രീതിയിലൊന്നും അല്ല. നോക്കുക, യൂസിങ് ഓൾജിബ്ര എക്സ്പ്ലെയിൻ വൈ 1/10, 11/100, 111/1000 of any number get closer and closer to 1/9 of that number. അതായത് ഒരു നമ്പറിന്റെ 1/10, 11/100, 111/1000 പാർട്ട് ഒക്കെ അത്രയും ഭാഗങ്ങൾ ഒരു നമ്പറിന്റെ ഇത്രയും ഭാഗം, നമുക്ക് ഒരു നമ്പറിന്റെ ഹാഫ് അല്ലെങ്കിൽ 1/4 എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു നമ്പറിന്റെ 1/10 അല്ലെങ്കിൽ 11/100, 111/1000 പാർട്ട് അതേ നമ്പറിന്റെ 1/9 പാർട്ടിനോട് ക്ലോസർ ആവും അല്ലെങ്കിൽ ഈക്വൽ ആവും എന്ന് നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ച് തെളിയിക്കും. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ഇതാണ് നമ്മൾ പറയാൻ വരുന്നത്. ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോ ഞാൻ ഓൾജിബ്ര ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളായിരുന്നു. പക്ഷെ ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു നമ്പറിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഓൾജിബ്ര യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ അപ്രോക്സിമേറ്റ് 1/9 ഈക്വൽ ആവുന്ന തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. അപ്പോ ഞാൻ എടുക്കുന്നു ലെറ്റ് എക്സ് ബി ദ നമ്പർ. നമ്പറിനെ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ ആണല്ലോ. നമ്പർ എക്സ് ആണെങ്കിൽ 1/10 ഓഫ് എക്സ്, എക്സിന്റെ 1/10 ആദ്യത്തെ പാർട്ട് ഇതോ അത് പറയുന്നത് എന്തായിരിക്കും? 1/10 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു x/10 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/9 ഓഫ് എക്സ് എത്രയായിരിക്കും? ഇത് രണ്ടും ഈക്വൽ നമുക്ക് തെളിയിക്കേണ്ടത്. ഈക്വൽ ടു 1/9 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു x/9. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഡിഫറൻസ് എന്തായിരിക്കണം? രണ്ട് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ അത് തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടണം? 0 കിട്ടണം. അപ്പൊ നമുക്ക് ഇത് തമ്മിൽ ഒന്ന് കുറച്ച് നോക്കാം. x/9 മൈനസ് x/10 ഈക്വൽ ടു നമുക്ക് എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x മൈനസ് 9x ബൈ 9 ഇൻറ്റു 10 90 അല്ലെ? ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. x/9 മൈനസ് x/10 ഈക്വൽ ടു x/90 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. തൽക്കാലം ഇതവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ നേരത്തെ ചെയ്തതിന്റെ കൂട്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് മാറ്റി എഴുതി നിർത്തുന്നു. x/9 നമുക്ക് പിന്നെ കമ്പാരിസൺ, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോഴോ നിങ്ങൾ നോട്ട്ബുക്ക് എഴുതുമ്പോഴോ ഇത് മാറ്റി എഴുതേണ്ട കാര്യമില്ല. നമുക്ക് പിന്നെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിട്ടാ. അതായത് നമ്മൾ ഇത് വായിച്ചിട്ടാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത്. അപ്പൊ x/9 മൈനസ് x/10 ഈക്വൽ ടു x/9. ഇനി നമ്മൾ അടുത്തത് 1/100 ഓഫ് എക്സ് അല്ലേ? അപ്പൊ ഇതാവുമ്പോ എങ്ങനെ കിട്ടും? x/100. അപ്പൊ ഈ സ്റ്റെപ്പിനകത്ത് ശരിക്കും ഇതിനകത്ത് തന്നെ അങ്ങ് മാറ്റിയാൽ മതി. ഇവിടെ തൊട്ട് നമുക്ക് മാറ്റാം. ബാക്കി ഈ സ്റ്റെപ്പ് അതെല്ലാം 1/9 ഇക്വേറ്റ് ചെയ്യേണ്ടത്. ആ പറഞ്ഞ ഏതാ? 1/10, 11 സോറി ഇതിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്. 11/100. അപ്പൊ ചെറിയ മാറ്റമുണ്ട് കേട്ടോ. 11/100, 111/1000 ഇതെല്ലാം ഏറെക്കുറെ എന്തിനോട് ഈക്വൽ ആണോ? 1/9 ഈക്വൽ ആവണം. അപ്പൊ 1/9 ഈ സ്റ്റെപ്പ് കോമൺ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ മാറ്റാൻ പറ്റുക നോക്കിക്കോളൂ. അപ്പോ 11/100 ആയി. 11/100 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 11x/100. ഇനി ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. അപ്പൊ x/9 മൈനസ് 11x/100 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100x മൈനസ് 99x ഇതിന്റെ പ്രോഡക്റ്റ് അല്ലേ? നമ്മൾ അങ്ങനല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നത്? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇപ്പൊ a/b മൈനസ് c/d ആണെങ്കിൽ എന്താ ad മൈനസ് bc ഡിവൈഡ് ബൈ bd എന്നുള്ള ഫോമിൽ എഴുതത്തില്ലേ? ഇത് ഇതോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേ കൺസെപ്റ്റ് ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്.
അപ്പൊ എത്ര കിട്ടും? 100x മൈനസ് 99x ഡിവൈഡ് ബൈ 900 ചെയ്യുമ്പോൾ x ബൈ 9 മൈനസ് 11 ബൈ 100 11x ബൈ 100 ഈക്വൽ ടു എന്ത് കിട്ടും? 100x മൈനസ് 99x എന്ന് വെച്ചാൽ x ആണ്, 1x ആണ്, ഈക്വൽ ടു x ബൈ 900. ആ സ്റ്റെപ്പ് കൂടെ നമ്മൾ എഴുതുന്നു. x ബൈ 9 മൈനസ് 11x ബൈ 100 ഈക്വൽ ടു x ബൈ 900. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്. അവിടെ നമുക്ക് ആ ചെയ്യേണ്ട ആൻസർ ഇവിടെ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. മറ്റേ നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം ആ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ട ആ ഫോർമാറ്റ് നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഒരു മാറ്റവും ഇല്ല. ബാക്കി സ്റ്റെപ്പുകളൊക്കെ അതുപോലെ തന്നെ. ഓക്കെ, ഇനി വീണ്ടും അടുത്ത പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത നമ്പർ 111/1000 അല്ലേ? ആണ് ഫസ്റ്റ് ഇങ്ങനെ മാറ്റി വരും. 111/1000 എന്നുള്ളത് വരും. ഇപ്പൊ ഡിഫറൻസ് എടുക്കുന്നത് 1/9 x ബൈ 9 മൈനസ് ബൈ 1000 ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000x മൈനസ് 999x ഹോൾ ഡിവൈഡ് ബൈ 9000. ഓക്കെ ആണോ? എത്ര കിട്ടും? ഈക്വൽ ടു x ബൈ 9 മൈനസ് 111x ബൈ 1000 ഈക്വൽ ടു x ബൈ 9000. ഓക്കെ ആണല്ലോ? ഈ സ്റ്റെപ്പോടെ നമ്മൾ എഴുതുന്നു. x ബൈ 9 മൈനസ് 111x ബൈ 1000 ഈക്വൽ ടു x ബൈ 9000. ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പാറ്റേൺ പോലെ തോന്നില്ലേ? x ബൈ 9, x ബൈ 10, x ബൈ 90, x ബൈ 9 11x ബൈ 100, x ബൈ 900. ഇവിടെ ആണെങ്കിൽ 111x ബൈ 1000. ഇവിടെ ആണെങ്കിൽ ബാക്കി ഇത് x ബൈ 9 എല്ലായിടത്തും കോമൺ ആണ്. അടുത്തതിന് എന്ത് ചെയ്യുന്നുണ്ട്? 1111 ബൈ 10,000 വരും. ഇവിടെ x ബൈ 90,000 എന്നും വരും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ പാറ്റേൺ പോകും. ഇവിടെ നോക്കിയേ, ഇവിടെ എക്സിന് മാറ്റം, എക്സ് ഒരു ചെറിയ നമ്പർ ആണെന്ന് വിചാരിക്കുക. 90, 900, 99,000, then 90,000, 9 lakh ഇങ്ങനെ പോകുമ്പോൾ ഡിനോമിനേറ്റർ വലുതാകും തോറും നമ്പർ ചെറുതാകും. എന്ന് വെച്ചാൽ ഈ നമ്പേഴ്സ് ഒക്കെ ഏതൊക്കെയാ? x ബൈ 90, x ബൈ 900, x ബൈ 9000, etc. are get closer to 0. So x by 10, x 11x by 100, 111x by 1000 are get closer to x by 9. ഇത് 0യുടെ അടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരികയാണ്. എന്ന് വെച്ചാൽ x by 9ന്റെ വാല്യൂ x by 10നോടും 11x by 100നോടും 111x by 1000നോടൊക്കെ ഈക്വൽ ആയിട്ട് വരുന്നത്. അത് x കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം, എന്തുകൊണ്ട് പറയാം? ഇത് തന്നെ മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1/10, 11/100 and 111/1000 etc. are get closer to എന്ത് ചെയ്യുന്നുണ്ട്? 1/9. എന്നുവെച്ചാൽ 1/9ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവയെ കൺസിഡർ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇനി അല്ല 1/9 ഡെസിമൽ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇതിന്റെ ഡെസിമൽ ഫോം അങ്ങ് എഴുതിച്ചാൽ മതി. ദാറ്റ് ഈസ് 1/9 is equal to ഇതിന്റെ എഴുതുകയാണെങ്കിൽ 0.111. പിന്നെ വീണ്ടും അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എക്സെട്രാ ഇങ്ങനെ പോകും. 1/9ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 0.1111. നമുക്ക് ചോദിച്ചേക്കുന്നത് ഇതും ക്ലോസർ ആണ്. അതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ റീസൺ ആണ് നമ്മളിപ്പോ ഇതല്ല 0 എടുക്കുന്നു. അപ്പൊ ഇതിന്റെ വാല്യൂ ഇതിനോട് എടുക്കും. സോ ദീസ് ടു ഫ്രാക്ഷൻസ് ആർ ഈക്വൽ. ഓക്കെ ആണല്ലോ? അവിടെ നമുക്ക് 1/10, 11/100, 111/1000 ആർ ഗെറ്റ് ക്ലോസർ ടു 1/9 എന്ന് കിട്ടും. പിടി കിട്ടുന്നുണ്ടോ? ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനെ ബേസ് ചെയ്ത് മറ്റ് 2 ക്വസ്റ്റ്യൻ കൂടി ഈ സെക്ഷനിൽ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ഫോം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത അവർ ചോദിച്ചിരിക്കുന്നത് ഇത് ഉപയോഗിച്ച് ഇപ്പൊ നമുക്ക് ഏറെക്കുറെ ഇപ്പൊ കിട്ടി 1/9 ഈക്വൽ ടു 0.111 എക്സെട്ര എന്ന് കിട്ടി. 9ത്തെ ക്വസ്റ്റ്യൻ ആക്കുക അല്ലെ? അവർ ചോദിച്ചിരിക്കുന്നത് യൂസ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഗോട്ട് അബൌട്ട് ദ സിംഗിൾ ഡിജിറ്റ് നമ്പർ ടു ഫൈൻഡ് the decimal forms of 2/9, 4/9, 5/9, 7/9 and 8/9. 6/9 ചേർത്താലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പോട്ടെ, അവര് പറഞ്ഞിരിക്കുന്നത് മാത്രം നോക്കാം. ഈ പറഞ്ഞ 2 തൊട്ട് മുൻപ് കിട്ടിയ കാര്യത്തിൽ നിന്നും നമുക്ക് 2/9 അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? 4/9, 5/9, 3/9 എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റെഡ്യൂസ് ചെയ്ത് എഴുതുന്നോണ്ടാ. എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവര് പറഞ്ഞിരിക്കുന്നത് മാത്രം നമുക്ക് നോക്കാം. 2/9 ഇതിന്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? നോക്കാം. 2/9 നമുക്ക് എങ്ങനെ എഴുതാം? 2 into 1/9 എഴുതിക്കൂടെ? 2 into 1/9 എന്ന് പറയുമ്പോൾ 2 into 1/9ന്റെ വാല്യൂ എത്രയാ?
0.111 എക്സെട്ര ആണോ? ആൻസർ എത്ര കിട്ടും? 0.222 എക്സെട്ര. എന്നുവെച്ചാൽ 2/9 വാല്യൂ എത്രയാ? 0.222 എന്ന് കിട്ടും. അടുത്ത 4/9 അവർ ചോദിച്ചിരിക്കുന്നത്. 4/9 എങ്ങനെ എഴുതാം? 4 into 1/9 എന്ന് എഴുതാം. എന്നുവെച്ചാൽ 4 into 0.111 എക്സെട്ര ഇസ് ഈക്വൽ ടു 0.444 എക്സെട്ര എന്ന് കിട്ടും. ഓക്കെ, അടുത്ത അവർ ചോദിച്ചിരിക്കുന്നത് 5/9 ആണ്. 5/9 വെച്ചാൽ 5 into 1/9 ആണ്. 5 into 1/9 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 into 0.111 എക്സെട്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. 7/9 ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് 0.555 എക്സെട്ര. 3യുടെ മൾട്ടിപ്പിൾസ് അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. 3യും 6ഉം ഇതിനകത്ത് നിന്ന് ഒഴിവാക്കി വേറെ ഒന്നുമില്ല. 3/9 ആണെങ്കിൽ എന്ത് തന്നെ കിട്ടും? 0.333 എന്ന് കിട്ടും. 6/9 ആണെങ്കിലും 0.666 എന്ന് കിട്ടും. കാര്യം 6/9 നമ്മൾ പറയാറില്ല. 6/9 എന്ന് പറഞ്ഞാൽ എന്തുവാ? 2/3. അപ്പൊ ആ 9 എന്നുള്ളൊരു ഫോർമാറ്റ് ചിലപ്പോൾ മാറിപ്പോകും. അതുകൊണ്ടാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇതേ രീതിയിൽ തന്നെ ആൻസർ കിട്ടും. അതുപോലെ 7/9 ആണെങ്കിലോ 7/9. ഇപ്പൊ നോക്കി, ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തൊരു കാര്യം കിട്ടും. ഇങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരു സമയം മനസ്സിലാവും. അപ്പോ ഏതെങ്കിലും ഒരു സിംഗിൾ ഡിജിറ്റ് ബൈ 9 എന്ന് പറയുന്നത് 0 പോയിന്റ് ആ ഡിജിറ്റ് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് പോയിരിക്കും. അപ്പൊ 7 into 1/9 ആണ്. ദാറ്റ് ഈസ് 7 into 0.111 എക്സെട്ര equal to 0.77 എക്സെട്ര. Then 8/9 is equal to 8 into 1/9 is equal to 8 into 0.11 etc. is equal to 0.888 etc. ഓക്കെ ആണല്ലോ? അപ്പോ ആ ഒരു തൊട്ട് മുൻപ് ചെയ്ത ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് വന്നെത്താം. പിടി കിട്ടുന്നുണ്ടോ? നമുക്ക് ഒരു തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാനുള്ളതേ ഉള്ളൂ. വാട്ട് ക്യാൻ we say in general about the decimal forms with a single digit repeating? ഇത്തരത്തിൽ സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനെക്കുറിച്ച് നമുക്ക് സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഡെസിമൽസിനെ കുറിച്ച് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. കാര്യം എന്താ? ഇവിടെ 0.222 അല്ലെങ്കിൽ 0.333 0.444 0.555 0.666 ഇങ്ങനെ വരുന്ന നമ്പേഴ്സിന്റെ ഒക്കെ നമുക്ക് ഡിനോമിനേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? 9 വരും. ചിലപ്പോൾ അതിന് തൊട്ട് മുൻപ് വല്ല ഇന്റിജർ പാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അപ്പോ അങ്ങനെ സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഏത് ഡെസിമൽ എടുത്താലും അതിന്റെ ഡിനോമിനേറ്റർ 9ഓ 9ന്റെ മൾട്ടിപ്പിളോ ചേർക്കണം. കാര്യം 9ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞ കേസിലെല്ലാം ചിലപ്പോൾ 0 പോയിന്റ് വരുന്നത്. ചിലപ്പോ ഒരു 2.5555 എന്നാ പോകുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റി എഴുതുമ്പോൾ അവിടെയും ഡിനോമിനേറ്റർ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 plus 0.5555 എന്ന് എഴുതി പോവാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പൊ ഇവിടെയും സിംഗിൾ ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്ലസ് ഈ 0.555 എന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എത്രയാ? 5/9 ആണ്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെയാണെങ്കിൽ 18 പ്ലസ് 5 എത്ര കിട്ടും? 23 എന്ന് കിട്ടും അല്ലെ? 23/9 എന്ന് കിട്ടും. ചില കേസ് ചിലപ്പോൾ ഇതിന്റെ ക്യാൻസലേഷൻ ഒക്കെ നടന്നു പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരേണ്ട കേസ് വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ 9ഓ 9ന്റെ മൾട്ടിപ്പിൾസോ എന്നുള്ള രീതിയിൽ വരാം. അപ്പൊ ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ ഡെസിമൽസ് ഒരു സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഡെസിമൽസിനെ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ ഡിനോമിനേറ്റർ 9ഓ 9ന്റെ മൾട്ടിപ്പിൾസോ ആയിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിടികിട്ടുന്നുണ്ടോ? അപ്പം ഇതാണ്. അല്ലെങ്കിൽ തന്നെ ഇതിന്റെ പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ ഒരു ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എഴുതുമ്പോൾ മിക്കവാറും 9 ആയിരിക്കും വരുന്നത്. അപ്പൊ എങ്കിലും നിങ്ങൾ എഴുതുമ്പോൾ 9ഓ 9ന്റെ മൾട്ടിപ്പിൾസ് ഒന്ന് എഴുതിക്കോ. അപ്പൊ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ വിട്ടുപോയ ഏതെങ്കിലും കൺസെപ്റ്റുകൾ വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് കണ്ട പ്രത്യേകത ഡിനോമിനേറ്റർ 9 വരുന്ന ഒട്ടുമിക്ക കേസുകളിലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുക. അതായത് ന്യൂമറേറ്റർ ഒരു സിംഗിൾ ഡിജിറ്റും ഡിനോമിനേറ്റർ 9 ആണെങ്കിൽ ഉറപ്പായിട്ടും ആ സിംഗിൾ ഡിജിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതായിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഡെസിമൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നേരെ തിരിച്ചു പറയാം. അതായത് ആ ഡെസിമൽസിനെ കറസ്പോണ്ടിങ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ ഡിനോമിനേറ്റർ 9ഓ 9ന്റെ മൾട്ടിപ്പിൾസോ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പം ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.